PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് ആണ് എടുക്കുന്നത്. ഇംഗ്ലീഷ് യൂണിറ്റ് 3ലെ ഫസ്റ്റ് പോയം ആണ് ദ സോങ് ഓഫ് ദ റീഡ്. അതിൽ നമ്മൾ ഫസ്റ്റ് 3 സ്റ്റാൻസിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇനി ബാക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അവിടെ എന്താണ് പെർസോണിഫിക്കേഷൻ ആണ് അല്ലെ, മെറ്റഫർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. റെയിൻ ആണ് അവിടുത്തെ ആയി എന്ന് പറഞ്ഞത്. റെയിൻ 3 സ്റ്റാൻസിലും പറയാണ് ഞാൻ ആരാണെന്ന്. ഫസ്റ്റ് സ്റ്റാൻസിൽ പറഞ്ഞു ഐ ആം ദ ഡോട്ടർ സിൽവർ ത്രെഡ് ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് പറഞ്ഞു ഐ ആം ദ ബ്യൂട്ടിഫുൾ പേൾ ആണെന്ന് പറഞ്ഞു. മൂന്നാമത്തേത് പറയാണ് പിന്നത്തെ മെറ്റഫർ അല്ല ഉപയോഗിച്ചാണ് കേട്ടോ, പെർസോണിഫിക്കേഷൻ ആണ്. വെൻ ഐ ക്രൈ ദ ഹിഡ്സ് ലാഫ്, ഐ ഹംബിൾ ചെയ്യുമ്പോ ഫ്ലവേഴ്സ് റിജോയ്സ്, ഐ ബോ ചെയ്യുമ്പോ ഓൾ ബിക്കം ഹാപ്പി. എല്ലാവർക്കും കിട്ടിയതിന്റെ 3 സ്റ്റാൻസയുടെ മീനിങ്. അടുത്ത് നോക്കാം. അടുത്ത സ്റ്റാൻസ ദ ഫീൽഡ്സ് ആൻഡ് ദ ക്ലൗഡ്സ് ആർ ലവേഴ്സ് ആൻഡ് ബിറ്റ്വീൻ ദം I am a messenger of mercy. I quench the thirst of one. I cure the ailment of other. ഈ സ്റ്റാൻസയില് he was a messenger എന്നാണ് പറയുന്നത്. വീണ്ടും പറയാണ്, റെയിൻ പറയാണ് ഞാൻ ആരാണെന്ന്. I am the messenger of mercy between whom. നമ്മൾ എന്തിനാ മെസ്സഞ്ചർ വരുന്നത്? മെസ്സഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സന്ദേശവാഹകൻ. സന്ദേശവാഹകൻ എന്ന് പറഞ്ഞാൽ സന്ദേശം അങ്ങോട്ടും ഇങ്ങോട്ടും. മെസ്സേജസ് 2 പേരിൽ നിന്ന് 2 ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പറ്റാതെ ആകുമ്പോ അവരുടെ ഇടയിലാണ് നമ്മളൊരു മെസ്സഞ്ചറിനെ കാണുന്നത്. കാരണം ഒരാളുടെ കയ്യിൽ നിന്നുള്ളത് വേറൊരാൾക്ക് മെസ്സേജ് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആളാണ് മെസ്സഞ്ചർ. അപ്പൊ ഇവിടെയും റെയിൻ പറയാണ് ഞാനൊരു മെസ്സഞ്ചർ ആണ്. അടുത്തെത്താൻ പറ്റാത്ത 2 ആളുകളുടെ ഇടയിലാണ് ഒരു മെസ്സഞ്ചർ ഉണ്ടാവുക അല്ലെ. അപ്പോ ഇവിടെ പറയാണ് 2 ലവേഴ്സ് ഉണ്ട്. ആ 2 ലവേഴ്സിന് ഒരിക്കലും അടുത്തേക്ക് അവർക്ക് ഒരുമിച്ചാകാൻ പറ്റുന്നില്ല. അവരുടെ ഇടയിൽ ഞാനൊരു മെസ്സഞ്ചർ ആണ്. 2 പേർക്കും ആശ്വാസം കൊടുക്കുന്ന ഒരു മെസ്സഞ്ചർ. ആരാ 2 പേര് നോക്കാം. ഹു ആർ ദ 2 ലവേഴ്സ്. ഇവിടെ ക്വസ്റ്റ്യൻ കിട്ടി എല്ലാവർക്കും അല്ലെ. പോയം പഠിക്കുമ്പോ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാം കേട്ടോ. ഹു ആർ ദ 2 ലവേഴ്സ് ഹിയർ നോക്കാം. The field and the clouds are the lovers. കിട്ടിയോ? ഫസ്റ്റ് ലൈനിലെ ഉത്തരം കിട്ടി. Who are the 2 lovers? ഫീൽഡും ക്ലൗഡും. എന്താ ഫീൽഡ് ആൻഡ് ക്ലൗഡിന്റെ പ്രത്യേകത? ഫീൽഡ് എന്താ? നിലത്ത്. ഫീൽഡ് നിലമാണ്, ഭൂമിയാണ്. ഭൂമിയുടെ താഴെ. ക്ലൗഡ് എവിടെയാ നിൽക്കുന്നത്? ആകാശത്താണ്. ആകാശത്തുനിന്ന് ക്ലൗഡിന് ഒരിക്കലും താഴേക്ക് വരാൻ പറ്റുന്നില്ല. ക്ലൗഡ് ആകാശത്ത് നിൽക്കുന്നു, ഭൂമിയിലാണ് ഫീൽഡ്. ഈ താഴ്വരയിലേക്ക് ക്ലൗഡിന് മേഘത്തിന് വരാൻ പറ്റുന്നില്ല. അങ്ങനെ മേഘത്തിന് വരാനാവുമ്പോ മേഘത്തിൽ കെട്ടിക്കിടക്കുന്ന ആ മഴ, ആ വെള്ളത്തിന്റെ അംശമാണ് മഴയായിട്ട് താഴേക്ക് വന്ന് ഫീൽഡിന് കൊടുക്കുന്നത്. അപ്പോ 2 പേരുടെ ഇടയിലും ഞാൻ എന്താണെന്ന്? മെസ്സഞ്ചർ ഓഫ് മേഴ്സി. മേഴ്സി ദയയുടെ, കാരുണ്യത്തിന്റെ ഒരു മെസ്സഞ്ചർ ആണ് ഞാനെന്ന്. കിട്ടിയോ ഫസ്റ്റ് ലൈൻ എല്ലാവർക്കും? The field and the cloud are the lovers, and between them I am a messenger of mercy. അവരുടെ ഇടയിലെ ഒരു മെസ്സഞ്ചർ ഓഫ് മേഴ്സി ആണ് ഞാൻ എന്ന്. ഞാൻ ചെയ്യുന്നെങ്ങനെയാ? ഞാൻ എന്താ ചെയ്യണേ? 2 പേരുടെ ഇടയിലും ഞാനൊരു മെസ്സഞ്ചർ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യണേന്ന്? I quench the thirst of one. I quench the thirst of one. quench ചെയ്യാ, സാറ്റിസ്ഫൈ ചെയ്യാ, സംതൃപ്തിപ്പെടുത്തുക, തൃപ്തിപ്പെടുത്തുകയാണ്. The thirst of one. thirst ദാഹം. of the one ഒരാളുടെ ദാഹത്തിനെ ഞാൻ ക്ഷമിപ്പിക്കുന്നു. and cure the ailment of other. മറ്റൊരാളുടെ ailment എന്താ? വേദന, ദുഃഖം, അസുഖത്തിനെ ക്യൂർ ചെയ്യുന്നു, സുഖപ്പെടുത്തുകയാണ് ഞാൻ ചെയ്തത്. ഇവിടെ ആരാണ് ആദ്യത്തെ ആള്, ആരാണ് രണ്ടാമത്തെ ആള്? ഞാൻ ഒരാളുടെ ദാഹം ക്ഷമിപ്പിക്കുമ്പോ ഒരാളുടെ വേദന ഞാൻ മാറ്റുകയാണെന്ന്. ആരാ ദാഹിച്ചിരിക്കണേ? ഭൂമി, ഫീൽഡ്, വയലുകളെ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു നിൽക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഐ ക്വെഞ്ച് ദ തേഴ്സ്റ്റ് ഓഫ് വൺ. ഹു ഈസ് ദ വൺ ദെയർ? ആദ്യത്തെ ആള്, ഒന്നാമത്തെ ആള്. ഒരാളുടെ ദാഹം ഞാൻ ക്ഷമിപ്പിക്കുന്നു. ആരാണ് ഫസ്റ്റ് പേഴ്സൺ? ദാറ്റ് ഈസ് ദ ഫീൽഡ്. വയലിലേക്ക് വെള്ളം വരുമ്പോ വെള്ളത്തിന്റെ ദാഹം മാറും അല്ലെ. ആ വെള്ളം വരുമ്പോ ഞാൻ എന്താ ചെയ്യണത്? എങ്ങനെയാ മഴ പെയ്യണേ? നമുക്കറിയാം എന്താണ്? കാർമേഘത്തിലെ വെള്ളത്തിന്റെ അംശം വന്നു കഴിയുമ്പോ ആ കെട്ടിക്കിടക്കാണ്. ആ വെള്ളത്തിന്റെ അംശം കെട്ടിക്കിടക്കുമ്പോ മേഘത്തിന് വേദനിച്ചുകൊണ്ട് പെയിൻ മാറ്റാണ്. ആ വെള്ളം പെയ്തിറങ്ങുമ്പോ മേഘം നല്ലതായില്ലേ? ആ കാർമേഘമൊക്കെ മാറി നല്ല ക്ലിയർ ആവും. അപ്പോ കാർമേഘം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ദുഃഖത്തിന്റെ പ്രതീകമാണ് അല്ലെ. അപ്പൊ അതിന്റെ ദുഃഖത്തിനെ കുറയ്ക്കാം, അതിന്റെ വേദന കുറയ്ക്കാം. എന്ന് വെച്ചാൽ മഴ പെയ്തു കഴിയുമ്പോ മേഘം നല്ല ലൈറ്റ് ആയിട്ടുള്ള ക്ലൗഡ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ ആരുടെ വേദനയാ മാറ്റണത്? ഐ ക്യൂർ ദ എയിൽമെന്റ് ഓഫ്. ഞാൻ സുഖപ്പെടുത്തുകയാണ്. ആരെ?
ക്ലൗഡിനെയാണ് ഞാൻ സുഖപ്പെടുത്തുന്നത്. ദ അതർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദ ക്ലൗഡ്. അപ്പൊ ഹു ഇസ് ദ ഫസ്റ്റ് പേഴ്സൺ? ഫീൽഡ് ആണെങ്കിൽ സെക്കൻഡ് പേഴ്സൺ ഇവിടെ ആരാണ്? ക്ലൗഡ്. അപ്പൊ ആരുടെയാണ് വേദന മാറ്റുന്നത്? ആരെയാണ് ദാഹം ശമിപ്പിക്കുന്നത്? ഇവിടെ പറയുന്നത് ഈ സ്റ്റാൻസയില് ഒറ്റ കാര്യം പറയുള്ളൂ. റെയിൻ പറയാണ് ഐ ആം ദ മെസ്സഞ്ചർ ബിറ്റ്വീൻ ദ ഫീൽഡ് ആൻഡ് ദ ക്ലൗഡ്. രണ്ട് വ്യക്തികളിൽ ആരൊക്കെ? രണ്ട് വ്യക്തികളുടെ ഫീൽഡും ക്ലൗഡും. ഈ ഫീൽഡ് ആൻഡ് ക്ലൗഡിന്റെ മെസ്സഞ്ചർ ആണ് ഞാൻ. ഇനി ഞാൻ മെസ്സഞ്ചറായ സന്ദേശവാഹകനായ ഞാൻ എന്ത് സന്ദേശ കൈമാറണത്? ഒരാളുടെ വേദനയെ കൊണ്ടുവന്ന് ഒരാൾക്ക് കൊടുക്കുകയാണ്. അപ്പൊ അവിടെ ദാഹം മാറുകയാണ് ചെയ്യുന്നത് അല്ലെ? മേഘത്തിന്റെ വേദന, എയിൻമെന്റ്, പെയിൻ, ആ വേദനയെ വെള്ളത്തിന്റെ രൂപത്തിലാക്കി പെയ്ത് താഴെ വരുമ്പോ അത് ഫീൽഡിന്റെ ദാഹത്തിനെ, തേഴ്സ്റ്റിനെ ശമിപ്പിക്കുകയാണ് ചെയ്തത്. കിട്ടിയില്ല എല്ലാവർക്കും? അപ്പോ ഇവിടെ നമുക്ക് റെയിനെ പെർസോണിഫൈ ചെയ്യാണ്. റെയിൻ പറയാണ് എന്താണ്? ഐ ആം ദ മെസ്സഞ്ചർ. ഞാൻ മെസ്സഞ്ചർ ആണെന്ന്. കിട്ടിയില്ലേ? പെർസോണിഫിക്കേഷൻ ആണ് കാണുന്നത്, മെറ്റഫർ ആണ്. ഐ ആം ദ മെസ്സഞ്ചർ ഓഫ് മേഴ്സി. അവിടെ നമുക്കൊരു അലിറ്ററേഷൻ വന്നു ഇല്ലേ? ആ സ്റ്റാൻസിലും നോക്കിയൊക്കെ ഏതാ അലിറ്ററേഷൻ? മെസ്സഞ്ചർ ഓഫ് മേഴ്സി, MM, മെസ്സഞ്ചർ അല്ലെ? അപ്പോ അതുകൊണ്ട് നമുക്ക് അലിറ്ററേഷൻ ആ ലൈനിൽ, സെക്കൻഡ് ലൈനിൽ കേട്ടോ, ആ സ്റ്റാൻസയുടെ സെക്കൻഡ് ലൈനിൽ അലിറ്ററേഷൻ വന്നു. പിന്നെ നമുക്ക് അവിടെ പെർസോണിഫിക്കേഷൻ വന്നു, മെറ്റഫർ വന്നു. ഇനി അടുത്ത സ്റ്റാൻസ നോക്കാം. The voice of the thunder declares my arrival. The rainbow announces my departure. I am like earthly life which begins at the feet of the mad element and end under the upraised wings of death. ഈ സ്റ്റാൻസയില് പോയം ഈ റെയിൻ, ഈ പോയത്തിലെ ഈ സ്റ്റാൻസയില് റെയിൻ എന്താണ് ചെയ്യുന്നത്? ഐ ആം എ ഹ്യൂമൻ ബീയിങ് എന്നാണ് കമ്പയർ ചെയ്യുന്നത്. ഞാനൊരു മനുഷ്യനെ പോലെ നശ്വരമായിട്ടുള്ള ജീവിതമാണ് എനിക്കുള്ളത്. ഹ്യൂമൻ ബീയിങ്സിന്റെ ലൈഫിന്റെ പ്രത്യേകത എന്താണ്? ഹ്യൂമൻ ബീയിങ്സിന്റെ ലൈഫ് നശ്വരമാണ്. ജനിച്ചു, കുറച്ചു നാള് ജീവിച്ചു, അത് കഴിഞ്ഞാൽ മരണത്തിലേക്കാണ് യാത്ര പോണത് അല്ലെ? മരണത്തോട് അവസാനിക്കുക. ഇതുപോലെ തന്നെ മഴ എന്താ ചെയ്യുന്നത്? മഴ പറയാണ് എനിക്ക് എർത്തിലി ലൈഫാണ്, ഈ ഭൂമിയിലുള്ള ഈ ജീവിതം ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ, മനുഷ്യനെ പോലെ ഒരു എർത്തിലി ലൈഫാണ് എനിക്കുള്ളത്. നോക്കാം. The voice of the thunder declares my arrival. The voice of the thunder, ഇടിവെട്ടിന്റെ ശബ്ദമാണ് എന്റെ അറൈവലിനെ അറിയിക്കുന്നത്. ഡിക്ലെയർ പ്രഖ്യാപിക്കുകയാണ്. ഇറ്റ് അനൗൺസസ് മൈ അറൈവൽ. ഞാൻ എത്തിയെന്ന്, എന്റെ വരവ് പ്രഖ്യാപിക്കുന്ന ആരാണ്? ഇടിവെട്ട്. നമ്മൾ മഴ പെയ്യുന്നതിന് മുമ്പ് ഇടിവെട്ട് തുടങ്ങും അല്ലെ? ഇടി കുടുങ്ങി തുടങ്ങി നമ്മൾ പറയും, ഇടി കുടുങ്ങി മേഘങ്ങളൊക്കെ വന്നാൽ പറയും നമ്മൾ ഇപ്പൊ മഴ പെയ്യും അല്ലെ? ആ ഇടിവെട്ടാണ് മഴയുടെ ആഗമനത്തിനെ കുറിച്ച് പറയണമെങ്കിൽ. മഴ പോയി എന്ന് പറയുന്നത് ആരാണ്? മഴയുടെ ആഗമനത്തിനെ കുറിച്ച് പറയുന്നത് ഇടിവെട്ടാണ്. മഴയുടെ ഡിപ്പാർച്ചറിനെ കുറിച്ച്, അതിന്റെ വേർപാട്, അത് പുറപ്പെട്ടു എന്ന് പറയുന്നത് ആരാണ്? ദ റെയിൻബോ അനൗൺസേഴ്സ്. ആരാ റെയിൻബോ? മഴവില്ലാണ് അനൗൺസ് ചെയ്യുന്നത് അതിന്റെ ഡിപ്പാർച്ചർ. കിട്ടിയോ? അല്ലെങ്കിൽ എല്ലാവർക്കും ഫസ്റ്റ് ലൈനിൽ എന്താണ് പറയുന്നത്? ഹു അനൗൺസേഴ്സ്, ഹു ഡിക്ലയർ ദ അറൈവൽ ഓഫ് ദ റെയിൻ. റെയിന്റെ അറൈവലിനെ ഡിക്ലയർ ചെയ്യുന്നത് ആരാണെന്ന്? ആരാണ്? ദ വോയിസ് ഓഫ് ദ തണ്ടർ. ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹു ഡിക്ലയേഴ്സ് ദ അറൈവൽ ഓഫ് ദ റെയിൻ, ദാറ്റ് ഈസ് ദ തണ്ടർ അല്ലെ? ഇടിവെട്ടാണ് അറൈവലിനെ ഡിക്ലയർ ചെയ്യണമെങ്കിൽ ഡിപ്പാർച്ചർ ഡിക്ലയർ ചെയ്യുന്നത് ആരാണ്? Who declares the departure? That is the rainbow. Rainbow ആണ് ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെ? I am like earthly life. ഇവിടെ പറയാണ് I am like the earthly life which begins at, ഞാൻ ശരിക്കും എന്താണ്? എനിക്കൊരു earthly life ആണ്. earthly life നശ്വരമായിട്ടുള്ള ജീവിതമാണുള്ളത്. which begins at the feet of mad element. എനിക്ക് എന്താ ഉള്ളത്? at the feet of mad elements. elements എന്താ? മൂലകള്. മനുഷ്യനും എന്താണ്? ഈ മൂലകളിൽ ജനിക്കുകയാണ്. ആൻഡ് എൻഡ്സ് അവസാനിക്കുന്നതും അണ്ടർ ദ അപ്രൈസ്ഡ് വിങ്സ് ഓഫ് ദ ഡെത്ത്. മരണത്തിന്റെ അപ്രൈസ്ഡ് വിങ്സ്, മരണത്തിന്റെ വിങ്സ്, ചിറകിനെ കമ്പയർ ചെയ്തിട്ട് എന്തിനോടാണ്? മരണത്തിന്റെ വിങ്സ് എന്താണ്? അപ്രൈസ് എന്താണ്? ലിഫ്റ്റഡ് അപ്പ്, മുകളിലേക്ക് കൊണ്ടുപോകാണെന്ന്. നമ്മളെ മുകളിലേക്ക് നമ്മൾ പറയില്ലേ, മരിച്ചു എന്ന് പറയുമ്പോ എന്താ സാധാരണ പറയാം? അയാൾ മുകളിലേക്ക് പോയി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? മരിച്ചു. അപ്പൊ മരണത്തിന്റെ വിങ്സ് എന്താണ്? മുകളിലേക്കാണ്, അപ്വേർഡ് ആണ് എന്ന്. അപ്പൊ എന്താണ് ഈ സ്റ്റാൻസിൽ പറഞ്ഞിരിക്കുന്നത്? തണ്ടറിനെ കുറിച്ച് പറഞ്ഞു. തണ്ടർ അനൗൺസസ് ദ അറൈവൽ ആണ്. ഇനി റെയിൻബോ അനൗൺസസ് ദ ഡിപ്പാർച്ചർ ആണെന്ന് പറഞ്ഞു. പിന്നെ
എന്താ പറഞ്ഞത്? It says that rain says that rain have the earthly life like a human being. ജനിക്കുകയാണ് എവിടുന്നാണ്? From the mad elements of the earth. earthലെ mad elements നിന്ന് ആ ഭ്രാന്തമായിട്ടുള്ള മൂലങ്ങളിൽ നിന്ന് ജനിച്ച് അവസാനം അന്ത്യം മരണത്തിലേക്കാണ് എന്ന്. മരണത്തിന്റെ ചിറകിലേക്ക് ഉയർത്തപ്പെട്ട മരണത്തിന്റെ ചിറകിലേക്ക് ഉയർന്നു മഴ പോവുകയാണ് എന്ന്. ഇവിടെ നമുക്ക് ഈ സ്റ്റാൻസയില് the auditory images നമ്മൾ പറഞ്ഞാലേ ഇതിൽ വിഷ്വൽ ഇമേജ്, കുറെ വിഷ്വൽ ഇമേജസ് നമ്മൾ മുൻപിൽ പറഞ്ഞതൊക്കെ ഉണ്ട്. ഓഡിറ്ററി എന്ന് പറയുമ്പോൾ ശബ്ദം, തണ്ടറിന്റെ ശബ്ദം. ആ ഫസ്റ്റ് ലൈൻ ഓക്കെ, the voice of the thunder declares, that is the auditory image ആണ് കേട്ടോ. വിഷ്വൽ ഇമേജ് അടുത്തത് വരുന്നത് റെയിൻബോ അനൗൺസസ് ദ റെയിൻബോ വിഷ്വൽ അല്ലേ, നമുക്ക് കാഴ്ചയാണ്. അപ്പൊ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇമേജസ് ആണ്. പിന്നെ അതേ ഇതിൽ വരുന്നുണ്ട് അലിറ്ററേഷൻ വരുന്നുണ്ട്. അലിറ്ററേഷൻ ഫോർത്ത് ലൈനിൽ വരുന്നുണ്ട്. എലമെന്റ്സ് ആൻഡ് എൻഡ്സ് കണ്ടോ, ഇ ആവർത്തിച്ച് വന്നിട്ടുണ്ടോ. പിന്നെ അണ്ടർ ദ അപ്രൈസ്, അപ്പൊ കുറെ അലിറ്ററേഷൻസ് ഇവിടെ വരുന്നുണ്ട്. അടുത്ത സ്റ്റാൻസ, ഐ എമേർജ് ഫ്രം ദ ഹാർട്ട് ഓഫ് ദ സീ, soar with the breeze. When I see a field in need, I descend and embrace the flowers and the trees in a million little ways. I touch it gently at the windows with mine. കണ്ടിന്യൂ ചെയ്തില്ല, ആ സ്റ്റാൻസ് അവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. അതിന്റെ ഇത് വരുന്നുണ്ട്, വിത്ത് മൈ സോഫ്റ്റ് ഫിംഗേഴ്സ് and my announcement is a welcome song. All can hear, but only the sensitive can understand. Okay, അപ്പോൾ I emerge from the heart of the sea. I emerge ചെയ്യാ, come out. ഞാൻ വന്നത് എവിടെ നിന്നാണ്? From the heart of the sea. സീയുടെ കടലിന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എന്താണ് കടലിന്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാൽ? മഴ എവിടെ നിന്നാ വരുന്നത്? മഴ പറയണ എന്റെ തുടക്കം കടലിന്റെ ഹൃദയത്തിൽ നിന്നാണെന്ന്. നമ്മൾ സയന്റിഫിക്കലി നമ്മൾ പ്രൂവ് ചെയ്താണ് കടലിലെ വെള്ളം എന്ത് സംഭവിക്കുന്നു? So the evaporation it goes up അല്ലേ? മഴ എങ്ങനെയുണ്ടാവുന്നത്? കടലിലെ വെള്ളം ചൂടിങ് വരുമ്പോ ആവിയായിട്ട് മോളിലേക്ക് പൊന്തും. ആ മോളി പൊന്തി കഴിഞ്ഞ് അവിടെ അത് ക്ലൗഡ് ചെന്ന് അവിടെ അതിന് നീരാവിയായി വീണ്ടും പെയ്യാണ് ചെയ്ത്. അപ്പൊ മഴ പറയുകയാണ് ഐ എമേർജ് ഫ്രം ദ ഹാർട്ട് ഓഫ് ദ സീ. എവിടെ നിന്നാണ്? ഐ എമേർജ് ഫ്രം, ഐ കം ഔട്ട് ഫ്രം. ഞാൻ എവിടെ നിന്നാണ് കം ഔട്ട് ചെയ്തത്? ഫ്രം ദ ഹാർട്ട് ഓഫ് ദ സീ. എങ്ങനെയാ ഹാർട്ട് ഓഫ് ദ സീ എന്ന് വന്നു എന്ന് പറയുന്നത്? ഇവാപറേഷൻ ഫ്രം ദ evaporation of that water ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. soar with the breeze. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എവിടെന്നാ വരുന്നത്? കടലിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്. എന്ന് വെച്ചാ ആ കടലിൽ കിടക്കുന്ന വെള്ളം അല്ലെ, അവിടെ നിന്ന് ഞാൻ ഇവിടെ പൊന്തി വരും. എന്നിട്ട് ആരാണ് മുകളിലേക്ക് കൊണ്ടുകൊണ്ട് soar with, soar പറന്ന് ഉയരുകയാണ്, പറന്ന് പൊങ്ങി പോവാണ്. വിത്ത് ദ ബ്രീസ്, ബ്രീസ് ഇളം കാറ്റ്. വെള്ളത്തിന്റെ ആവിയായി ആ ആവി മുകളിലേക്ക് പൊന്തിങ്ങോട്ട് വന്നു കഴിയുമ്പോ ആവിനെ, ആ നീരാവിനെ ബ്രീസ് കാറ്റ് മുകളിലേക്ക് പൊന്തിച്ചു കൊണ്ടുപോവുകയാണ്. വെൻ ഐ സീ എ ഫീൽഡ്, അങ്ങനെ ഞാനൊരു ഫീൽഡ് കാണുകയാണെങ്കിൽ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ മുകളിലേക്ക് പോകും. അവിടെ ചെന്ന് ഞാനൊരു ഫീൽഡ് കണ്ടാൽ, ഏതെങ്കിലും ഒരു ഫീൽഡ് ഇൻ നീഡ്, അത്യാവശ്യമുള്ള ഫീൽഡ് എന്ന് വെച്ചാൽ എന്താണ്? ഏതെങ്കിലും വയലുകൾ ഉണങ്ങി വരണ്ടിട്ടുണ്ട്, അവർക്ക് വെള്ളത്തിന്റെ ആവശ്യമുണ്ടെന്നും ഞാൻ മനസ്സിലാക്കിയാൽ ഐ ഡിസെൻഡ്, ഞാൻ എന്ത് ചെയ്യും? ഇറങ്ങി വരും. കേട്ടോ, എന്ത് നന്നായിട്ട് പേഴ്സോണിഫിക്കേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഈ സ്റ്റാൻസിലാണ് കൂടുതലായിട്ട് മഴയെ കുറിച്ച് പേഴ്സോണിഫൈ ചെയ്തിട്ട് ഒരു വ്യക്തിയായിട്ട് പറയുന്നത്. ഞാനിങ്ങനെ പൊന്തി മുകളിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിൽക്കുന്ന, മുകളിൽ നിൽക്കുന്ന ഞാൻ, വെൻ ഐ സീ ദ ഫീൽഡ് ഇൻ നീഡ്, താഴെ ആവശ്യമുള്ള ഏതെങ്കിലും ഫീൽഡ് എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ ആവശ്യമുള്ള ഏതെങ്കിലും ഫീൽഡ് കണ്ടാൽ, ഏതെങ്കിലും വയലിൽ വെള്ളമില്ലാതെ അവർ വിഷമിക്കുന്നുണ്ടെന്ന് കണ്ടാൽ ഐ ഡിസെൻഡ്, ഇറങ്ങി വരും. ആൻഡ് എംബ്രേസ് ദ ഫ്ലവേഴ്സ്, എന്നിട്ട് താഴെ ഇറങ്ങി വന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? പേഴ്സോണിഫിക്കേഷന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഈ ലൈനാണ് എഴുതിയിരിക്കേണ്ടത് കേട്ടോ. ഐ എംബ്രേസ് ദ ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സിനെ ഞാൻ അങ്ങ് എംബ്രേസ് ചെയ്യാം, ആലിംഗനം ചെയ്യാം, ഞാൻ അങ്ങ് കെട്ടിപ്പിടിക്കാണ്, ആലിംഗനം ചെയ്യും. ആൻഡ് ദ ട്രീസ്, മരങ്ങളെ ഇൻ എ മില്യൺ ലിറ്റിൽ വേസ്. എങ്ങനെയൊക്കെയാണ്? എല്ലാവരും ഒരുപോലെയല്ല ഞാൻ പോയി ആലിംഗനം ചെയ്തത്. പൂക്കളെ അത്രയും സോഫ്റ്റ് ആയിട്ട്, മരങ്ങളെ, ചെടികളെ, എല്ലാത്തിനും ഞാൻ എങ്ങനെയാണ്? എ മില്യൺ ലിറ്റിൽ വേസ്. മില്യൺ എന്ന് ഉദ്ദേശിക്കുന്നത് വളരെയധികം എന്നുള്ളൂ കേട്ടോ. വളരെയധികം രീതിയിൽ, വളരെയധികം മഴയുടെ തുള്ളികളായിട്ട് വീണ് ആ മഴ പറയാണ് ഞാൻ അങ്ങ് ആലിംഗനം ചെയ്യുമെന്ന്. ഐ ടച്ച് ജെന്റ്ലി അറ്റ് ദ വിൻഡോസ്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഐ ടച്ച് അറ്റ് ദ വിൻഡോസ്.
ഞാൻ വിൻഡോസിനെ, ജനലുകളെ ഞാൻ ടച്ച് ചെയ്യാണ് വിത്ത് മൈ സോഫ്റ്റ് ഫിംഗേഴ്സ്. സാധാരണ മഴ പെയ്യുമ്പോ നമ്മളൊക്കെ കണ്ടില്ല, ഇപ്പോഴത്തെ നിങ്ങൾ മഴ പെയ്യുമ്പോ ശ്രദ്ധിക്കുക. മഴ പെയ്യുമ്പോ മഴ ഇങ്ങനെ വന്ന് അടിക്കുമ്പോ എന്താ ഉണ്ടാവുന്നത്? നമ്മുടെ ജനലിലേക്ക് വന്ന് മഴ തുള്ളികൾ ഇങ്ങനെ വീഴും അല്ലെ, വെള്ളത്തിന്റെ തുള്ളികൾ വീഴുമ്പോ അവിടെ ശരിക്കും നല്ലൊരു പേഴ്സോണിഫിക്കേഷൻ ആൻഡ് വിഷ്വൽ ഇമേജ് ആത്തതിന്റെ ആ മഴ പറയാണ്, ഞാൻ വന്നിട്ട് വിത്ത് മൈ സോഫ്റ്റ് ഫിംഗേഴ്സ്, എന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഫിംഗേഴ്സിന്റെ, എന്റെ വളരെ സോഫ്റ്റ്, മഴ പറയാണ് എന്റെ കൈകൾ വളരെ സോഫ്റ്റ് ആണ്, ആ സോഫ്റ്റ് ആയിട്ടുള്ള കൈ കൊണ്ട് ഞാൻ വന്ന് തൊട്ട് തലോടി പോവുകയാണ് അവരുടെ ജനലുകള്. കിട്ടിയല്ലായിരിക്കും. അപ്പൊ ഒന്നുകൂടി നോക്കാം അവിടെ എന്താ പറയണത്? പേഴ്സോണിഫിക്കേഷനെ കുറിച്ച് പറയണേ, ഐ എമേർജ് ഫ്രം ദ ഹാർട്ട് ഓഫ് ദ സീ സോർ വിത്ത് ബ്രീസ്. മഴ പറയാണ് ഞാൻ എന്ത് ചെയ്യണ? ഐ എമേർജ് ഫ്രം ദ ഹാർട്ട് ഓഫ് ദ സീ, കടലിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന് പൊന്തി മുകളിലേക്ക് കൊണ്ടുപോകാൻ. ആര്? ബ്രീസിന് മുകളിലേക്ക് കൊണ്ടുപോകണു. വിഷ്വൽ ഇമേജ് ശരിക്കും എഴുതാണ്ടോടെ. When I see a field in need, എന്നിട്ട് field in need, നീഡ് ആയിട്ടുള്ള ആവശ്യമുള്ള ഒരു ഫീൽഡിനെ കണ്ടാൽ I descend, ഇറങ്ങും, and embrace the flowers, ആ ഫ്ലവേഴ്സിനെ ഞാൻ ആലിംഗനം ചെയ്യാണ്. ആൻഡ് ദ ട്രീസ്, ഫ്ലവേഴ്സിനെ മാത്രമല്ല, ആൻഡ് ദ ട്രീസ്, ഫ്ലവേഴ്സിനെയും ട്രീസിനെയും ഒരേപോലെ അല്ല, ഇൻ ഡിഫറെന്റ് വേസ്, പല രീതിയിലാണ്. ചെറിയ പൂക്കളെ അതിന്റേതായ രീതിയിൽ ഞാൻ ആലിംഗനം വളരെ സോഫ്റ്റ് ആയിട്ട് ഓടി വന്ന് അങ്ങോട്ട് മുറുക്കി കെട്ടിപ്പിടിച്ചാൽ അങ്ങനെ പൂക്കളൊക്കെ ഇതാവില്ലേ. അപ്പൊ പറയണേ ഞാൻ പതുക്കെ വളരെ സോഫ്റ്റ് ആയിട്ട്. അതുപോലെ ട്രീസിനെ എല്ലാത്തിനും പല രീതിയിലാണ് ഞാൻ ആലിംഗനം ചെയ്യണേ. അത് കഴിഞ്ഞ് അടുത്ത ഒരു കാര്യം കൂടി പറഞ്ഞു, ഐ ടച്ച് ജെന്റ്ലി അറ്റ് ദ വിൻഡോസ്. ഇനി വിൻഡോസ് വന്ന് ഞാൻ ചെയ്യാണ് വിത്ത് മൈ സോഫ്റ്റ് ഫിംഗേഴ്സ്, എന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഫിംഗേഴ്സ് കൊണ്ട് ഞാൻ തലോടുകയാണ്, പതുക്കെ വന്ന് തൊട്ടിട്ട് ഞാൻ പോവുകയാണ് എന്ന്. അപ്പൊ ഇത്രയുമാണ് ഈ പോയിന്റ് ഇപ്പോ ഈ സ്റ്റാൻസയിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഓക്കെ.